ശ്രീ കെ അരുൺകുമാർ, ഈ പെൻഷൻ അതുപോലെ തന്നെ സർക്കാർ നൽകുന്ന വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ തുടങ്ങിയവ തീർച്ചയായിട്ടും ഹോട്ട് ടോപ്പിക്കാണ്. ജനങ്ങളുടെ അഭിപ്രായത്തെ അത് സ്വാധീനിക്കാം എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കഴിഞ്ഞ സർക്കാർ തുടർച്ച നേടാനുള്ള കാരണം, ഒന്നാം പിണറായി സർക്കാർ തുടർച്ച നേടാനുള്ള കാരണം പ്രത്യേകിച്ച് കോവിഡ് അടക്കമുള്ള സമയങ്ങളിൽ നന്നായി ഡെലിവർ ചെയ്തു എന്നുള്ളതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പെൻഷൻ്റെ കാര്യം മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, എൻഡോസൾഫാൻ അടക്കമുള്ള ദുരന്തബാധിതർക്കുള്ള ആനുകൂല്യങ്ങൾ, വിവിധ സ്കോളർഷിപ്പുകൾ, ഇവയൊക്കെ സമയബന്ധിതമായി കൃത്യമായി കൊടുത്തു തീർക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണല്ലോ. സമയബന്ധിതമായി കൊടുക്കാതെ ഞങ്ങൾ കുടിശ്ശിക കൊടുത്തു എന്നുള്ളത് വലിയ അഭിമാനാർഹമായ കാര്യവുമല്ല. എന്തായാലും കുടിശ്ശിക തീർക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ സർക്കാർ ഭരിച്ച് അവസാനിപ്പിച്ചു പോകുമ്പോൾ വരുത്തുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യവുമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വെച്ചത് 2500 രൂപയായി ഞങ്ങൾ പെൻഷൻ ഉയർത്തും എന്നുള്ളതായിരുന്നു 2021. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2025-ലാണ്. ആ വാക്ക് ഇതുവരെയും പാലിച്ചിട്ടില്ല എന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ ഉണ്ട് താനും. അഭിലാഷേ, ഇത് വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം ഞാനും കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയും കോട്ട് ചെയ്തത് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം സ്വരാജിന് തോമസ് ഐസക് ധനകാര്യമന്ത്രി കൊടുത്ത മറുപടി തന്നെയാണ്. അദ്ദേഹം അതിലെ ഒന്നാമത്തെ മറുപടി ഭാഗികമായിട്ട് വായിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ അങ്ങേക്ക് അയച്ചു തന്ന് ഞാൻ വായിച്ചത്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുക, സാധാരണക്കാർക്ക് ബോധ്യപ്പെടുക എന്നത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. ഇപ്പൊ അങ്ങും പറഞ്ഞു 2014 നവംബർ, ഡിസംബർ, ജനുവരി വരെ കൊടുത്തിട്ടില്ലെന്ന് സമ്മതിച്ചു. ഫെബ്രുവരിക്ക് ശേഷം കൊടുക്കാൻ കഴിഞ്ഞില്ല. തീരുമാനിച്ചിട്ടുണ്ടാകാം, ഓപ്പറേഷൻ സക്സസ്ഫുൾ, പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വരി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പകുതി അങ്ങ് വിഴുങ്ങി. അവസാനം ഞാൻ വായിക്കാം. DTP സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരം യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലം ആരാ രേഖപ്പെടുത്തേണ്ടത്? ഗവൺമെന്റ് സംവിധാനമല്ലേ രേഖപ്പെടുത്തേണ്ടത്? തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലവും ജനങ്ങൾക്ക്, ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ വന്നത് മൂലവും ആദ്യത്തെ 3 മാസം കൊടുക്കാൻ തീരുമാനിച്ചില്ല. ബാക്കിയുള്ളത് ലഭിക്കാത്തത് അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞ ജനങ്ങൾക്ക് കിട്ടിയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 4628. അതുകൊണ്ട് ഒറ്റ പ്രശ്നം അരുൺകുമാർ, ഒരു സെക്കൻഡ്, ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? 2014 നവംബർ മുതൽ ഇങ്ങോട്ടുള്ള ഒരു മാസവും ക്ഷേമ പെൻഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു മാസത്തെയും ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് അതിനവിടുത്തെ പ്രശ്നം വരുന്നത്. 2014 നവംബർ മുതൽ തുടർച്ചയായി 18 മാസം പെൻഷൻ മുടങ്ങിയിരിക്കുകയായിരുന്നു എന്നുള്ളത് വസ്തുതയല്ല. MK മുനീർ 2016 ഫെബ്രുവരി മാസം 15-ാം തീയതി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്ന ഒരു കാര്യം, പഞ്ചായത്ത് ഡയറക്ടർ ഓഫീസിലെ DBT സെൽ മുഖേന വിതരണം ചെയ്യുന്ന 2015 ഡിസംബർ മാസം വരെയുള്ള എല്ലാ ക്ഷേമ പെൻഷനുകളും നൽകിയിട്ടുണ്ട്. 2016 ജനുവരി മാസത്തെ പെൻഷൻ നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് DBT സെൽ മുഖേന വിതരണം ചെയ്യുന്ന പെൻഷനുകൾ 2016 ജനുവരി വരെ വിതരണം ചെയ്യാൻ UDF-ന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് എല്ലാ പെൻഷൻകാരുടെയും പ്രശ്നമല്ല. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് വഴി ഉണ്ടായിരുന്ന പെൻഷൻകാരെ സംബന്ധിച്ച് കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ നടപ്പാക്കി വരുന്നതിനാൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് മുഖേന 2015 സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ തുകയ്ക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. അതായത് LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 4628 കോടി രൂപ ഇതേ ഹെഡിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ കോൺഗ്രസ് 12,000 പേർക്ക് മാത്രമേ കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട്. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു. ഈ പെൻഷൻ ആരംഭിച്ച 1980-ൽ തന്നെ 2,94,000 പേർക്ക്, അതായത് ഇന്നേക്ക് 45 വർഷം മുമ്പ് 1980-ൽ തന്നെ 2,94,000 പേർ കർഷക തൊഴിലാളികൾ അതിന്റെ ഗുണഭോക്താവായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് 2011 ഞങ്ങൾ വരുമ്പോ 12,000 പേര് മാത്രമേ കർഷക പെൻഷൻ. ഇതൊക്കെ ചർച്ച ചെയ്യ്, നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്താ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഉന്നയിച്ചത്? 1, ഈ പെൻഷൻ മുഴുവൻ കൈക്കൂലിയാണ്. 2, മലപ്പുറത്തെ അപമാനിച്ചു. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരെ നിരാഹാരം കിടന്നത് ആരാണ്? പ്രകടനം നടത്തിയതാരാണ്? പ്രതിഷേധം നടത്തിയതാരാണ്? പ്രക്ഷോഭം നടത്തിയതാരാണ്? ഇതൊക്കെ നമ്മുടെ അന്യാധീനമായി പലതും ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ അരുൺ, ആ വിഷയത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ
തോമസ് ഐസക്കിന്റെ മറുപടിയിലെ 4628 കോടി 4628 കോടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങ് വാദിച്ചു. ശരിയാണ്, 4628 കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അത് UDF-ന്റെ കുടിശ്ശിക മാറ്റാൻ മാത്രമാണോ? 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെ 10 മാസത്തെ പെൻഷനും കൂടിയാണത്. എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ 10 മാസത്തെ പെൻഷനും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നതും ചേർത്താണ് 4628 കോടി. ഈ കുടിശ്ശിക എന്ന് പറയുന്നത് 1400 കോടിയാണ്. മുൻ സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക 1400 കോടിയും പിണറായി സർക്കാരിന്റെ കാലത്തെ 10 മാസവും കൂടി ചേരുന്ന തുകയാണ് ഈ 4628 കോടി രൂപ. അതെ, താങ്കളെ ഒന്ന് പറഞ്ഞ തുകയെ അന്നത്തെ 600 രൂപ കൊണ്ടൊന്ന് ഹരിച്ചു നോക്ക്. അപ്പൊ കൃത്യമായിട്ട് അറിയാം ഈ 2 മാസത്തെയാണോ കുടിശ്ശിക, 3 മാസത്തെയാണോ. അപ്പൊ പലർക്കും കിട്ടാത്തതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. ഞാൻ സൂചിപ്പിച്ചത് ഇത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുഴുവൻ നേരിടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. എന്നാൽ UDF എന്താണ് രാഷ്ട്രീയ വിഷയം ഉന്നയിച്ചത്? ഒന്ന് മലപ്പുറത്തിന്റെ പേരിൽ, 2 പെൻഷന്റെ പേരിൽ, തൃശ്ശൂര് വോട്ട് കച്ചവടത്തിന്റെ പേരിൽ അത്തരത്തിൽ നുണ പ്രചരിപ്പിക്കാൻ, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് UDF ഇത്തരത്തിലുള്ള യോഗങ്ങളും അവസരങ്ങളും വിനിയോഗിക്കുന്നത്. കാരണം അവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല. ഞങ്ങൾ തന്നെയാണ് 900 കാര്യങ്ങൾ അടങ്ങുന്ന ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്ത് ഇന്നന്ന കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു, ഇന്നന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വികസനം എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലോ 4ാമത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത്. ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഏത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് കുറവ് വന്നത്, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടോ, ജനങ്ങൾ സമഗ്രമായിട്ട് പരിശോധിച്ചോട്ടെ. അതേ മണ്ഡലത്തിൽ തന്നെ 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് അനുവദിച്ചു തന്ന മുഖ്യമന്ത്രി എന്ന് ഈ CPM എന്ന് LDF-ൽ നിന്ന് പുറത്തേക്ക് പോയ MLA തന്നെയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് മണ്ഡലത്തിലെ വികസനവും ഈ സംസ്ഥാനത്തെ വികസനവും ദേശീയ രാഷ്ട്രീയവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാകട്ടെ. നുണ പ്രചരിപ്പിക്കാൻ ഇവർ ഇറങ്ങിയാൽ ആ നുണയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. പഴയതുപോലെ നുണ എപ്പോഴും അങ്ങനെ വേവില്ല, ഞങ്ങൾ അത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ എന്തായാലും ഒന്ന് ജനങ്ങൾക്ക് വ്യക്തത വരുത്താൻ വേണ്ടി ഈ പെൻഷന്റെ ഓരോ ഘട്ടത്തിലെയും പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. VS സർക്കാർ 2011 അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 16,23,401 ആയിരുന്നു. ഇത് KN ബാലഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടിയാണ് കേട്ടോ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അന്ന് 400 രൂപ നിരക്കിലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 34,43,414 ആയിരുന്നു. ഗുണഭോക്താക്കൾ 34,43,414. അത് കഴിഞ്ഞ് 1ാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ, പിന്നെ 5 വർഷം കഴിഞ്ഞ് 1ാം പിണറായി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 47,72,279 ഉയർന്നു. ക്ഷേമനിധി പെൻഷനുകളും കൂട്ടിയാൽ 58,15,786 ഗുണഭോക്താക്കളാണ് നമ്മുടെ മുഴുവൻ പെൻഷൻ പദ്ധതികളുടെയും ആകെ ഗുണഭോക്താക്കളായി കേരളത്തിലുള്ളത്. ഓരോ സർക്കാരിന്റെ കാലത്തും കാലക്രമേണ 5 വർഷം കൂടുമ്പോൾ എന്തായാലും ഈ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നുള്ളതാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത്. ഓരോ സർക്കാരും ചെലവഴിക്കുന്ന തുകയും കൂടുന്നുണ്ട്. 233 കോടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന മാസങ്ങളിൽ ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ അത് 1000 കോടിക്ക് അടുത്താണ്. സ്വാഭാവികമാണ് ഇനി അടുത്ത സർക്കാരിന്റെ കാലത്ത് അതിലും ഉയരട്ടെ, ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം.